വളരെ ചെറുപ്പം മുതൽ ഈ ഒരു പ്രവൃത്തി ചെയ്തു വരുന്നതാണല്ലേ? അതെ. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരുമല്ലേ? പാപ്പാ. അമ്മയാ ഫുൾ സപ്പോർട്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കാനും ഒക്കെ സഹായിക്കുന്നത്. മിനുക്ക് പേപ്പറൊക്കെ അവിടെ വെച്ചേക്കാനൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയുടെ വീട്ടിലേക്കാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷയ എന്നൊരു കുട്ടിയുടെ ഒരു കലാവിരുത് കാണിച്ചു തരാനാണ്. ഈ സ്ഥലം മണിയാറൻകുടിയാണ്. അപ്പോൾ നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. വന്നപ്പോൾ തന്നെ എന്തേ അക്ഷയ അവിടെ നിൽപ്പുണ്ട്. അക്ഷയൻ്റെ വിശേഷം? ഒരു വിശേഷമില്ല. സുഖം. സുഖം. മരപ്പണിയിൽ തൻ്റേതായ കഴിവും മികവും തെളിയിച്ച അച്ഛൻ്റെ പാത പിന്തുടർന്ന അക്ഷയ വളരെ ചെറുപ്പം മുതൽ വുഡ് കാർവിങ്ങും മറ്റും കണ്ടു വളർന്നതിനാലാകാം തൻ്റെ ഹോബി ഇങ്ങോട്ടേക്ക് തിരിഞ്ഞത്. 6ാം ക്ലാസ് മുതൽ വുഡ് കാർവിങ്ങിലും ചിത്രരചനയിലും അതീവ താല്പര്യം കാട്ടിത്തുടങ്ങി. അന്നു മുതൽ സംസ്ഥാന തലത്തിലുൾപ്പെടെ ഈ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും പുരസ്കാരങ്ങളും വീട്ടിലേക്ക് എത്തിച്ചു തുടങ്ങി. അക്ഷയെക്കുറിച്ചും അതോടൊപ്പം ഈ വീട്ടിലെ വിശേഷങ്ങളും നമുക്കൊന്ന് കാണാം. അക്ഷയ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2. ഏത് സ്കൂളാ? സെന്റ് ജോർജ് വാഴത്തോപ്പ് സ്കൂള്. അക്ഷയുടെ വീടാണല്ലേ ഇത്? ഇവിടെ എന്തൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലരും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്? വളരെ ചെറുപ്പം മുതൽ ഈ ഒരു പ്രവൃത്തി ചെയ്തു വരുന്നതാണല്ലേ? അതെ. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരുമല്ലേ? പാപ്പാ. ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ആരൊക്കെയാ ഒന്ന് പരിചയപ്പെടുത്തുന്നേ? ഇത് അമ്മയുടെ അമ്മ. പിന്നെ ഇവരിവിടെ അടുത്തൊക്കെ ഉള്ള ശാഖയിലുള്ള ആൾക്കാർ. വല്യമ്മയാണല്ലേ? അമ്മ അക്ഷയുടെ അമ്മയാണല്ലേ? അപ്പൊ എല്ലാരെയും ഒന്ന് വിളിച്ച്. കാരണം ഇത്രയും നല്ലൊരു പ്രതിഭയുടെ വീട്ടിലെ അംഗങ്ങളെ ഒക്കെ പരിചയപ്പെടുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അക്ഷയയുടെ സഹോദരിമാർ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ വർക്കുകളൊക്കെ ഒന്ന് നോക്കിക്കാണാം. അക്ഷയയ്ക്ക് എ ഗ്രേഡ് ഉൾപ്പെടെ നേടിത്തന്ന വുഡ് കാർവിംഗ് വർക്കുകൾ ഇതൊക്കെയാണ്. ഈ വർക്കുകൾ കൂടുതലായും ചെയ്തിരിക്കുന്നത് കുമ്പിൾ എന്ന തടിയിലാണ്. ഈ വർക്കുകൾ ചെയ്യുന്നതിന് ഇത് കണ്ടോ, ഒരുപാട് ചിസൽ സെറ്റുകളൊക്കെ വേണം, മറ്റു ഉപകരണങ്ങളുമൊക്കെ വേണ്ടിവരും. ഈ ചിസൽ സെറ്റൊക്കെ കേടുകൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ തന്നെ ഈ കുട്ടിയുടെ ഇതിലേക്കുള്ള അതിയായ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അക്ഷയ ഒരുപാട് പേരുണ്ടല്ലോ വീട്ടില്. ഇത് ആരൊക്കെയാ? പരിചയപ്പെടുത്തിക്കേ. ഇവർ രണ്ടുപേരും അനിയത്തിമാര്. അമ്മ, അച്ഛമ്മ. അച്ഛൻ ഇവിടെ ഇല്ല, പണിയാൻ പോയി. അച്ഛൻ എന്നാ ജോലി? അച്ഛൻ ആശാരിപ്പണിക്കാരൻ. ആശാരിപ്പണിയാണ്. എവിടെയാണ് സ്ഥലം? ഈ സ്ഥലം എവിടെയാ ശരിക്കും? ഇത് മണിയാറൻകുടി. അപ്പം അക്ഷയ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഞങ്ങൾ കണ്ടു. ഈ ചെറുപ്രായത്തിൽ തന്നെ, അതായത് 6ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്ക്. അത് സാധാരണ ആളുകൾക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വർക്കുകളെക്കുറിച്ചും കിട്ടിയിരിക്കുന്ന പുരസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു കേട്ടെ. ഇതാണ് ആദ്യമായിട്ട് ചെയ്തത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. UP സ്കൂളിൽ 7ാം ക്ലാസ്സിലല്ലേ? അത് ഗ്രേഡ് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടല്ലേ? ഫസ്റ്റ് എ ഗ്രേഡ്. സബ് ജില്ല. ഒരുപാട് ടൂൾസ് ഉണ്ടല്ലോ. ഈ ടൂൾസ് ഒക്കെ ആരാ ഉണ്ടാക്കി തരുന്നേ? അച്ഛൻ ഉണ്ടാക്കി തരും. നല്ല സപ്പോർട്ടാ. എല്ലാ അച്ഛനും അമ്മയും എല്ലാരും നല്ല സപ്പോർട്ടാ അല്ലേ? സപ്പോർട്ടാണ്. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു. പിന്നെ ചെയ്തത് 10ാം ക്ലാസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് 2 ഗ്യാപ്പ് വന്ന് പിന്നെ 10ാം ക്ലാസ്സിൽ സബ് ജില്ലയിൽ ചെയ്തതാണത്. അടുത്തത് ഇത് +1 പഠിക്കുമ്പം ജില്ലയിൽ ചെയ്തത്. ചെയ്തതാണ്. ഇതിന് എ ഗ്രേഡ് ഉണ്ട്. അത്ര എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് എ ഗ്രേഡ്. പിന്നെ അത് വീട്ടിലിരുന്ന് ചുമ്മാ നേരം പോക്കില് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ? ഇത് വലിയ ഡോറുകളിലൊക്കെ ഇങ്ങനത്തെ കൊത്തുപണിയൊക്കെ കാണാം. ഇതുപോലെയൊക്കെ തന്നെ. ഇത് 10ൽ പഠിക്കുമ്പം സ്റ്റേറ്റില് എറണാകുളത്ത് വെച്ച് ചെയ്തല്ലേ? എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് +1 പഠിക്കുമ്പം സ്റ്റേറ്റില് തിരുവനന്തപുരത്ത് ജീപ്പ് ചെയ്തത്. ശരി. എല്ലാം നല്ല വർക്കുകളൊക്കെ തന്നെയാണോ? അടിപൊളി വർക്കുകളാ.
പിന്നെ അക്ഷയ ഇനിയിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 അല്ലേ? +2. ഇനി എന്തിനു പഠിക്കാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അതിനുശേഷം ഈ ഫീൽഡിലോട്ട് തിരിയുന്നുണ്ടോ? ആർക്കിടെക്ചർ കോഴ്സ് ചെയ്യണം. ഇഷ്ടമാണ്, താല്പര്യമുണ്ട്. അപ്പൊ വീട്ടുകാർക്ക് സപ്പോർട്ടാണോ ആർക്കിടെക്ചർ ഫീൽഡിലോട്ടൊക്കെ പോരാ? എന്ത് ഇഷ്ടമുള്ളതാണേലും പഠിപ്പിക്കാൻ തയ്യാറാണ്. ശരി. ഈ നല്ല തീരുമാനമാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും. കാരണം ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി ഈ ഒരു ആർക്കിടെക്ചറൽ ഫീൽഡിലോട്ട് വന്നാൽ ശരിക്കും നല്ല രീതിയിൽ ശോഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. പിന്നെ അക്ഷയക്ക് എന്തൊക്കെയാ പറയാനുള്ളത്? ഹോബീസൊക്കെ എങ്ങനെയാ? പടം വരയ്ക്കും. അതിലൊന്നാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? കൃഷ്ണന്റെ എങ്ങനെ? ശരി. കാരണം ഇനിയും കൂടുതൽ വരച്ചോളൂല്ലോ, കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഇപ്പൊ സൂക്ഷിച്ചു വെക്കാറൊന്നുമില്ല, പിള്ളേർക്ക് ഇട്ട് കൊടുക്കും പടമൊക്കെ എടുത്ത് കളിക്കാനൊക്കെ ആയിട്ടല്ലേ. അക്ഷയ, ഇപ്പൊ ഈ രണ്ടുപേര് അടുത്തടുത്ത് ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾ തമ്മിലൊരു പ്രത്യേകതയുണ്ട്. ഇരട്ടകളാണ്. കുട്ടിയുടെ പേരെന്നാ? അക്ഷര. കൊത്തുപണികളൊക്കെ ചെയ്യോ? മടിയാ. പടം വരയ്ക്കോ? അത്യാവശ്യം. ഇപ്പൊ കണ്ട് ശീലിച്ച് കുറച്ചെങ്കിലും ഒക്കെ വരയ്ക്കും അല്ലേ? വേറെ ആരാ ഉള്ള? ഇനി ഒരാള് മടിയാണ്. പേരെങ്ങനെയാ? മിഥില. എത്ര പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? +1 വാഴത്തോപ്പിലോട്ട് തന്നെ. ശരി. പടം വരയ്ക്കോ? കൊത്തുപണി ചെയ്യില്ല. അപ്പൊ ഈ കഴിവ് നിങ്ങളുടെ രണ്ടുപേരുടെയും പടം വരയ്ക്കാനും കൊത്തുപണി ചെയ്യാനുള്ള കഴിവ് ഇയാൾക്ക് കൊടുത്താക്കോ അല്ലേ? ഒരുമിച്ച് കൊടുത്തു രണ്ടുപേരും കൂടെ. അപ്പൊ ആണോ? ഓക്കെ. കേട്ടിട്ടില്ലോട്ടല്ലേ. അപ്പൊ എല്ലാ ഭാവുകങ്ങളും അക്ഷരയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും, അനിയത്തിമാർക്കും എല്ലാവർക്കും നൽകുന്നു. ഈ ചാനലിലൂടെ അക്ഷയയുടെ ഈ കഴിവുകൾ എല്ലാവരും അറിയട്ടെ. അപ്പം ഇനിയും നല്ല രീതിയിൽ പടം വരയ്ക്കാനും കൊത്തുപണികൾ ചെയ്യാനും ഒക്കെ ഇടയാകട്ടെ. നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.